സ്വന്തം വീട്ടിലൊരു തൂവാനമടിച്ചാൽ അത് പരിഹരിക്കാനുള്ള പണം പോലും രേണുസുധിക്ക് കിട്ടുന്നില്ലേ എന്നായിരുന്നു സുധിലയത്തിലെ ചോർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് താഴെ പലരും ചോദിച്ചത്. തിരക്കാണെന്നും നിരവധി ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിക്കുന്നുവെന്നും പറയുന്ന രേണുവിന് വരുമാനമില്ലേ എന്നും ചിലർ വിമർശിച്ചു. ഇപ്പോഴിതാ ഇതിന് ഉത്തരം നൽകുകയാണ് രേണു. താൻ വാങ്ങുന്ന പ്രതിഫലവും താരം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഷോർട്ട് ഫിലിമിന് 3, 4, 5 കൂടിപ്പോയാൽ 6 വാങ്ങുന്നത്. അതുതന്നെ കൂടുതലാണ്. ചെറിയ സിനിമകളൊക്കെ ചെയ്ത് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. വലിയ വരുമാനവും പ്രതിഫലവുമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ആ വീടിൻ്റെ ഗ്ലാസ് മാറ്റാനുള്ള വരുമാനം പോലുമില്ല. എൻ്റെ അക്കൗണ്ടിൽ കോടികൾ വരട്ടെ, നിലവിൽ ഒരുണ്ടയുമില്ലെന്ന് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. കിട്ടുന്ന പൈസയൊക്കെ വീട്ടിലെ ചെലവിന് വേണ്ടിയാണ് പോകുന്നത്. ഞാൻ മാത്രമേ വീട്ടിൽ ജോലിക്ക് പോകുന്നുള്ളൂ. വീട്ടിൽ ചാറ്റൽ അടിക്കുന്ന പ്രശ്നം തന്നെയാണ്. സിറ്റ് ഔട്ടിൻ്റെ ബീമിൻ്റെ അവിടെ ചോരുന്നുണ്ടായിരുന്നു. വീടിൻ്റെ വീഡിയോ ചെയ്യാൻ വന്ന ആളോട് ഞാൻ 15,000 ആവശ്യപ്പെട്ടിട്ടില്ല. എന്നെ അഭിമുഖം ചെയ്യുന്നവർക്കറിയാം ഞാൻ എത്ര തുക വാങ്ങുന്നുവെന്ന്. 15,000 ആവശ്യപ്പെടുന്നത് പച്ചക്കള്ളമാണ്. ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ കാശ് വാങ്ങണമെന്ന് ചിലർ എന്നോട് പറഞ്ഞിരുന്നു. 10,000 രൂപ വാങ്ങണമെന്നായിരുന്നു ആദ്യ സമയത്തൊക്കെ പറഞ്ഞത്. ആ തുക ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും വാങ്ങിയിട്ടില്ല. വീടിൻ്റെ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് എനിക്ക് യാതൊരു വരുമാനവും ഇല്ലായിരുന്നു. അപ്പോൾ ബ്ലോഗ് എടുക്കാൻ വരുന്നവരോട് 5,000 രൂപയൊക്കെ വാങ്ങാറുണ്ടെന്ന് ഞാൻ ഫിറോസിക്കയോട് പറഞ്ഞിരുന്നു. ഇക്കയുമായി ബന്ധപ്പെട്ട യൂട്യൂബേഴ്സ് വന്നപ്പോൾ ഞാൻ പണം വാങ്ങാറുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഫിറോസിക്ക മിണ്ടാതായത്. കാശ് വാങ്ങിയില്ലെങ്കിൽ വല്ലതും കഴിക്കണ്ടേ? ആ സമയത്ത് എനിക്ക് പണമൊന്നും ഇല്ലായിരുന്നു. ഇക്കായും അദ്ദേഹത്തിൻ്റെ ആൾക്കാരുമാണ് വന്നതെങ്കിൽ ഞാൻ പൈസ ആവശ്യപ്പെട്ടില്ലായിരുന്നു. എന്നാൽ വേറെ യൂട്യൂബുകാരാണ് വിളിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അതങ്ങനെ തെറ്റിമാറിപ്പോയി. അതിനുശേഷം സംസാരമൊന്നും ഉണ്ടായിട്ടില്ല. പ്രശ്നത്തിൻ്റെ കാര്യം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഞാൻ പൈസ ആവശ്യപ്പെട്ടതിൽ എനിക്കൊരു കുറ്റവും തോന്നിയിട്ടില്ല. ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് ഞാൻ ഇന്നുവരെ എണ്ണിയിട്ടില്ല. മഴ പെയ്ത കാര്യം ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിനിടയിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. വീടിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും എനിക്കറിയില്ല. പുകയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആളുകൾ സംസാരിക്കുന്നത് എനിക്ക് ധാരാളം വരുമാനം ഉണ്ടെന്ന് കരുതിയിട്ടാകും. എന്നാൽ എനിക്ക് വലിയ വരുമാനം കിട്ടുന്നില്ല. ഷോർട്ട് ഫിലിമിലെ ആളുകൾക്കറിയാം എനിക്ക് എത്രയാണ് തരുന്നതെന്ന്. വീട്ടിൽ റേഷനരി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. കിച്ചുവിന് ഞാൻ പോക്കറ്റ് മണി കൊടുക്കാറുണ്ട്. അവൻ എൻ്റെ മകനാണ്. അവന് ആവശ്യങ്ങളുണ്ട്. കൊച്ചിന് ചിലവുണ്ട്. വീട്ടിൽ അപ്പായ്ക്കും അമ്മായ്ക്കും അസുഖമുണ്ട്. പ്രായമുള്ളവരാണ്. അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. സുധിച്ചേട്ടൻ്റെ വീട്ടുകാരുമായി എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് ജോലി തിരക്കായതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വരാത്തത്. ഞാൻ അങ്ങോട്ട് പോകാത്തതും തിരക്ക് കാരണം കൊണ്ടാണ്. കഴിഞ്ഞ ദിവസവും അവർ വിളിച്ചിരുന്നു. ഞാൻ പ്രശസ്തിക്ക് വേണ്ടി ശ്രമിക്കാറില്ല. ഇപ്പോൾ ആളുകൾ കണ്ടാൽ ഓടി വന്ന് സംസാരിക്കും. വലിയ നടിയെ കണ്ടതുപോലെ. എന്നെ തന്നെയാണെന്ന് സംശയം തോന്നാറുണ്ട്. സെൽഫി എടുക്കലും പരിപാടിയുമൊക്കെയാണ്. ഇതെന്താണ് സംഭവം എന്നൊക്കെ തോന്നാറുണ്ട്. സുധിച്ചേട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടുന്നത്. ആളുകൾക്ക് ആ ബഹുമാനമുണ്ടെന്നും രേണു പറയുന്നു.